ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മളിപ്പോൾ പോകുന്നത് കുഞ്ചൂസിന് യൂണിഫോമും അതുപോലെ തന്നെ ഷൂ ഒക്കെ മേടിക്കാനായിട്ടാണ് കേട്ടോ. അവന് ജൂൺ 5 ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ പോകുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. കാരണം അവർക്ക് യൂണിഫോമിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ യൂണിഫോം വെച്ച് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അഡ്ജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. യൂണിഫോമിന്റെ കളറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പറ്റാതാവുമ്പോഴാണല്ലോ നമ്മൾ പുതിയ യൂണിഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല, എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ യൂണിഫോം മേടിക്കാൻ പോയ കടയിലാണെങ്കിലും ഷൂ മേടിക്കാൻ പോയ കടയിലാണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ലീവായിട്ടുള്ള ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. തിരക്കായത് കാരണം നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കഴിക്കാൻ കയറിയിട്ടുള്ളത് ആവടിയിൽ തന്നെയുള്ള ആലയ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് പാഴ്സൽ വാങ്ങിയിട്ട്. നല്ല ഫുഡായിരുന്നു. ഇത് മിനി പൊടി ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇഡ്ഡലിപ്പൊടി നെയ്യിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ചെറിയ ഇഡ്ഡലിയിൽ മിക്സ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്തവണ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. റവ ദോശയിൽ തന്നെ റവ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ മസാല ഉണ്ട് കേട്ടോ. ഞാനത് തിരഞ്ഞ് കണ്ടുപിടിക്കുകയായിരുന്നു. കണ്ടില്ലേ, അതിനുള്ളിലായിട്ട് മസാല അവർ വെച്ചിട്ടുണ്ട്. കുഞ്ചൂസ് ആണെങ്കിൽ ആസ് യൂഷ്വൽ അവൻ്റെ ഗീ റോസ്റ്റ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുടിക്കാനായിട്ട് എനിക്ക് പൈനാപ്പിൾ ജ്യൂസും കുഞ്ചൂസിന് വാട്ടർമെലൺ ജ്യൂസും അതുപോലെ തന്നെ ജിജുവിന് മിൻറ്റ് സോഡയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കവറിൽ കാണുന്നത് കുഞ്ചൂസിൻ്റെ യൂണിഫോമും ഷൂവും അതുപോലെ തന്നെ ബോട്ടിലും ഒക്കെയാണ് കേട്ടോ. ഇവിടെ വേലമ്മയുടെ ഒരുപാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ യൂണിഫോം റെഡിമെയ്ഡ് ആയിട്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ സ്കൂളിലേക്കുള്ള ബാഗ്, ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ് അതുപോലെ തന്നെ ലഞ്ച് കിറ്റ് എല്ലാം തന്നെ നമ്മൾ മണ്ണാർക്കാട് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് വാട്ടർ ബോട്ടിലും ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇവിടെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കണ്ടപ്പോൾ ഒന്നുകൂടെ വാങ്ങിയേ ഉള്ളൂ. ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു കബാബ് പ്ലാറ്ററും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പനീർ, കോളിഫ്ലവർ, ബ്രോക്കലി, മഷ്റൂം അതുപോലെ തന്നെ പൈനാപ്പിൾ ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് അതിൽ പനീറും പൈനാപ്പിളും ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കോളിഫ്ലവറും മഷ്റൂമും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. എന്നാൽ എനിക്ക് അതിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് ബ്രോക്കളിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ജിജു തന്നെയാണ് കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ വളരെ സന്തോഷം. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു സപ്പോർട്ടാകും. അതുകൊണ്ട് പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.